ഹലോ ആ ഹലോ ബേബിച്ച. ഏയ് ഇതെവിടെ പ്രൊഡ്യൂസർ സാറേ? വിളിച്ചാ കിട്ടത്തൂല, ഫോൺ എടുക്കത്തൂല. എത്ര നേരമായിട്ട് വിളിക്ക? ഇതെവിടെയാ? ഞാൻ ഇവിടെ ഹോട്ടലിലുണ്ട്. ഹോട്ടലിലാ? ഏയ് ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കാനുള്ള. നീ എന്താ പറയാണ്ട് പോയേ? വന്നിട്ട് ഒരുമിച്ച് പോവായിരുന്നല്ലേ? ബേബിച്ച ജസ്റ്റിനോട് ഇല്ല, ചെക്കൗട്ടായെന്ന്. ചെക്കൗട്ടാ? എന്താ പറഞ്ഞേ? ജസ്റ്റിൻ ചെക്കൗട്ട് ആയിന്നാ? ആ, ചെക്കൗട്ട് ആയെന്ന് ഇവിടുന്ന്. നമ്മളോട് പറയാണ്ട് ചെക്കൗട്ട് ചെയ്താ? ഇനി വേറെ ഏതെങ്കിലും ഹോട്ടലിലോട്ട് മാറിയാണെങ്കിലോ? ഏയ് മാറിയതാണെങ്കിൽ ചക്രവാണി സാറിനോട് പറയണ്ടല്ല. ഞാനേ ചക്രവാണി സാറിനെ വിളിച്ചു നോക്കട്ടെ. നീ അവിടെ തന്നെ ഇരിക്കണോട്ടാ. ബേബിച്ച അതല്ല. ബേബിച്ച അത് ഹലോ. ആ സാറേ, അവനിവിടെ ഇല്ലാന്ന്. ഇല്ലേ? ആ, ചെക്കൗട്ടായെന്ന്. ചെക്കൗട്ട് ആയെന്നോ? എപ്പോ? ആ, ഹാഫ് ആൻ അവർ ആയെന്ന്. ഡാ, നീ നമ്പർ ഇറക്കല്ലേ. നീ ഇപ്പൊ എവിടെ വയ്ക്കാ? ഞാൻ ഇപ്പോ റൂമിന്റെ ഫ്രണ്ടിലുണ്ട്. ആ, നീ അവിടെ വയ്ക്കേ. എക്സ്ക്യൂസ് മീ സർ. ഈ ജസ്റ്റിൻ ഡിസൂസ എന്ന പേരിൽ ആരെങ്കിലും റൂം എടുത്തിട്ടുണ്ടോ ഇവിടെ? ഇല്ല. ഇപ്പൊ ചെക്കൗട്ട് ചെയ്തതിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉച്ചയ്ക്ക് ശേഷം ചെക്കൗട്ട് ആയത് ഓൺ മിസ്റ്റർ ആനന്ദ് ഷേണായി, ബോംബെയിൽ നിന്ന് വന്നതാ. അയാളുടെ റൂം ഏതായിരുന്നു? ഓണേ സർ. എപ്പോഴാണ് ചെക്കൗട്ട് ആയത്? ഒരു ഹാഫ് ആൻ അവർ ആയി കാണും. അയാൾ ഒറ്റയ്ക്കായിരുന്നോ? അതെ, ഒറ്റയ്ക്ക്. എയർപോർട്ടിലേക്ക് ടാക്സി വേണമെന്ന് പറഞ്ഞു. ഊബർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഐ ഡി കാർഡിന്റെ കോപ്പിയും ഡീറ്റെയിൽസും ഇല്ലേ? ബില്ലിന്റെ കോപ്പിയും എല്ലാം ഇങ്ങ് എടുക്ക്. അല്ല സാറ്, ഞാൻ പോലീസിൽ നിന്നാ. ഇതാ സർ. വേറെ ഒന്നുമില്ലേ? ഇതാ. വാടാ, വണ്ടി കയറ്. കുറച്ച് കാര്യം കൂടെ ഉണ്ട്, വാ. ആ പത്മനാഭ, CFS നിന്ന് വേറെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? എങ്കിലും ഒരു മെയിലൂടെ അയക്കണം. മാറ്റർ ഞാൻ വാട്സപ്പ് ചെയ്യാം. ഇന്ന് തന്നെ അയക്കണം. പത്മനാഭ, അതേ, ഈ അന്വേഷണ കമ്മീഷൻ്റെ പ്രോസസ്സിങ് എവിടെ എത്തി? ആ കോടനാട് ഫ്ലാറ്റിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് എന്തോ പറയാനുണ്ടെന്ന്. നാളെ വന്ന് കാണാൻ പറ. പിന്നെ ആ ചിത്ര ആദ്യത്തിനും ക്രൈംബ്രാഞ്ചിന് കൊടുത്ത മൊഴിയില്ലേ, FIR ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയോടെ സംഘടിപ്പിക്കണേ. ഓക്കെ, അത് മസ്റ്റാ. ശരി എന്നാ, ഞാൻ വിളിക്കാം. KG സാർ എവിടെയാണ്? ഇതാ അവിടെ നിൽക്കുന്നു. നേരെ പോയാൽ മതി. എന്തായി സാർ, എന്തെങ്കിലും വിവരം വല്ലതും കിട്ടിയോ? ഋഷിയെ ഞാൻ MLA കൊണ്ട് ഇവിടെ വരുത്തിച്ചു. അവനെ ഞാൻ പൂട്ടിയിട്ടുണ്ട്. MLA കാത്തിരിപ്പുണ്ട്. ഞാൻ വിട്ടില്ല. വാ. ഈ ജസ്റ്റിൻ എവിടെയാന്ന് അറിഞ്ഞോ സാറേ? അവനെ ഇവിടെ ഏതൊരു ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുക.
ഋഷിയും കൊണ്ട് പോയിരിക്കുക രാജ്മോഹൻ അവനെ കണ്ടുപിടിക്കാൻ. സാറേ, അവൻ അന്ന് പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാർ? അവൻ അങ്ങനെ ഉറച്ചു നിൽക്കാൻ പറ്റില്ല ആൻസി. കടിച്ചവനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന ഒരു മെത്തേഡില്ലേ, ഋഷിയെ കൊണ്ട് തന്നെ നമ്മളത് ചെയ്യിക്കും. MLA അയാളുടെ കരിയറാണ് പ്രശ്നം. ഭരണത്തിൽ 2.5 വർഷമായിട്ടുള്ളൂ, ഇനിയുണ്ട് പകുതി. ലാസ്റ്റ് 2 വർഷം മോൻസി വർഗീസ് MLAക്കാണ് മിനിസ്റ്റർ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഘടകകക്ഷികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാ. പാർട്ടിക്ക് അകത്തും പുറത്തും അവൻ നല്ലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇമേജ് പൊളിഞ്ഞു പോകാണ്ടിരിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് ജസ്റ്റിൻ എവിടെ ഉണ്ടെങ്കിലും അവൻ നമ്മുടെ മുമ്പിൽ വന്ന് സറണ്ടർ ചെയ്യുകയും ചെയ്യും, കുറ്റം സമ്മതിക്കുകയും ചെയ്യും. വാ. ആ രാജ്മോഹൻ സാറേ, എന്തായി കണ്ടോ? സാറേ, കസായി എന്നൊരു ഹോട്ടലുണ്ട്, അവിടെ ജസ്റ്റ് താമസിപ്പിച്ചിരിക്കുന്നത്. അവനെ കിട്ടിയായിരുന്നോ? അവൻ ചെക്കൗട്ടായി സാറേ. ചെക്കൗട്ടോ? അതെ സാർ. ഉറപ്പാണോ സാറേ? ഉറപ്പാ സാറേ, ടോട്ടലി അവിടെ ചെക്ക് ചെയ്തു. എങ്കിലും അവനെ വിടണ്ട, ഇനി കൊണ്ടുവരെ ആ ഋഷിയെ. ശരി സാർ. എന്തായി സാറേ? അവൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് മുങ്ങിയെന്നു. ആൻസി വാ. പത്തരയുടെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന് അവൻ കയറിയിട്ടില്ല. ബാംഗ്ലൂർ കാണാൻ ഇനി ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റ് ഉള്ളൂ. മാത്രമല്ല, ഫ്ലൈറ്റ് പിടിച്ചു പോവാൻ തക്ക മണ്ടത്തിനൊന്നും അവൻ കാണിക്കുന്ന എനിക്ക് തോന്നണില്ല. ചക്രപാണി എന്താ പറഞ്ഞത്? അയാളോട് പറയാതെ പോവോ? അയാളല്ലേ അവനെ കൊണ്ടുവന്നത്. ശരിയാണല്ലോ, അവരറിയാതെ എന്തായാലും പോവില്ലല്ലോ. ഞാനും അങ്ങനെയാട്ടെ വിചാരിച്ചത്. ഈ ചക്രപാണി സാറ് പറയണതേ അവൻ എങ്ങോട്ട് പോവാൻ വഴിയില്ലാന്നാ. ഉണ്ടേലും ആലപ്പുഴ, കോഴിക്കോടോ പെരിന്തൽമണ്ണയോ പോവാൻ സാധ്യതയുള്ളൂ എന്നാ പറയണേ. എങ്ങനെയായാലും കേരളം വിട്ടു പോവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നതേ ഈ KGS അവനുള്ള സ്ഥലം കണ്ടുപിടിച്ച് കാണും. അവന്റെ കസ്റ്റഡി തന്നെ ആയിരിക്കും. അവന് നല്ല ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തിരിച്ചു പറയും. വെറുതെ കുറെ കാശ് കളഞ്ഞു. എത്രയാ കൊടുത്തത്? 35, 40 ലക്ഷം. 40. ആ, അത് വെള്ളത്തിൽ പോയതുപോലെ ആയില്ലേ? നീ ആ ഫേസ്ബുക്കിലൊന്ന് നോക്കി, അവൻ തിരുത്തി പറഞ്ഞിട്ടുണ്ടോ നോക്കണ്ടേ? എങ്കി കുഴപ്പാട്ട ചിത്ര മേഡം, നിങ്ങളുടെ പ്ലാനിങ് ഒക്കെ അങ്ങടാ തെറ്റും. പിന്നെ കേസിന്റെ കാര്യൊക്കെ സ്വാഹ. ആകെപ്പാടെ കുഴപ്പാവൂട്ടാ. ആ, കുഴപ്പമാകും. ഈ സിനിമയും പ്രൊഡക്ഷനും ഒന്നും നടക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ആകെ കുഴപ്പമായി വരുമെന്നാ തോന്നുന്നേ. നിങ്ങൾ ആ ചക്രപാണി ഒന്ന് വിളിച്ചേ. എന്തായാലും അയാൾ അറിയാതെ അവൻ എങ്ങോട്ടും പോവില്ല. ഇനി KGSന്റെ കസ്റ്റഡി ചെന്നിട്ടുണ്ടെങ്കിലും അവരറിയും. മേഡം, എനിക്ക് നമ്മുടെ കൃഷിനൊരു സംശയം ഉണ്ട് ട്ടാ. ഋഷിയെയോ? എന്ത് സംശയ? ഈ കൃഷിയെ ആ ഹോട്ടലിൽ കയറി ചെന്നിരുന്നു. ഞങ്ങളെ ഒഴിവാക്കി രാവിലെ അവിടെ കയറി ചെന്നിരുന്നു. ഈ കൃഷിയെ വിളിച്ച് പറഞ്ഞ അവിടെ നിന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്തു, യൂബർ എടുത്ത് പോയിന്ന്. ഋഷി എന്തിനാ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത്? നിങ്ങളെ ഒഴിവാക്കിയിട്ട് അവൻ എന്താ ചെയ്യാനുള്ളത്? മേഡം, ഇതിലെ 2 കാര്യങ്ങളുണ്ട് ട്ടാ. ഈ കോടനാട് കേസല്ല ഈ പരീക്ഷാ തട്ടിപ്പ് കേസ്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണ കൊലപാതക കേസല്ല അവന്റെ സ്ത്രീ പീഡന കേസ്. ആ പ്രിയയുടെ പീഡന കേസ്. ഇത് രണ്ടും രണ്ടാട്ടാ. നിങ്ങളകത്ത് കിടന്നാലും അവന് രക്ഷപ്പെടണമെന്നൊരു സ്വാർത്ഥത തോന്നിയ ഒരു സ്വാർത്ഥത അങ്ങോട്ട് തോന്നി. അതിലെന്താ കുഴപ്പം? ഈ ആൻസി വർഗീസിനെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഇറക്കിയ ആളല്ലേ ഈ ജസ്റ്റിൻ ഡിസൂസ. അതെ. ഇപ്പൊ ഇതിനകത്തൊരു വേർതിരിവ് അങ്ങോട്ട് വന്നിട്ടില്ലേ? ഈ ജസ്റ്റിൻ ഡിസൂസയെ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റി കൊണ്ടുപോയിട്ട് അവനവന്റെ കേസിൽ നിന്ന് അങ്ങോട്ട് ഊരാം.
അതിന് ചക്രപാണി അവൻ കൂടെ നിർത്തിയിട്ടുണ്ടാവും. അപ്പോ ഋഷിയും ചക്രപാണിയും കൂടി ജസ്റ്റിനെ മാറ്റിയിരിക്കുമെന്നാണ് ബേബി പറയുന്നേ? ആയിരിക്കുന്നല്ല, അതാണെന്നാ എനിക്ക് തോന്നണേ. അതുകൊണ്ടേ മാഡം സാറും കൂടി ഋഷിയോടും സംസാരിക്കണം. അവൻ ഇന്നലെ രാത്രി തൊട്ടേ മൊത്തത്തിലൊരു തരികടയാട്ടാ. വിളിച്ചാലും കിട്ടത്തില്ല, കിട്ടിയാൽ തന്നെ ഫോൺ എടുക്കത്തുമില്ല. എന്തോ ഒരു കുഴപ്പമില്ല മാഡം ഇതില്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കുക തന്നെ. ജയിലിൽ കിടക്കണമെങ്കിൽ കിടക്കണം, അതായിരിക്കും വിധി ചിലപ്പം. അയ്യോ, ഞാനില്ലേ 14 ദിവസം അനുഭവിച്ചതാ. ഞാനില്ല ജയിലിൽ കിടക്കാൻ. അതെ, ജസ്റ്റിനെ നമ്മൾ മാറ്റിയതാണെന്ന് അവൻ എന്തായാലും അറിയുവേ. അതെ, അറിയേണ്ട സമയത്ത് അറിഞ്ഞാ മതി. മരുമോനും ചക്രപാണിയും കൂടെ എന്തായാലും ഒരു കൂട്ടായ്മ ഉണ്ടായെന്ന് ഇപ്പൊ ബേബി പറഞ്ഞപ്പോ മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനിയിപ്പൊ ആരെയാ വിശ്വസിക്കേണ്ടത്? എന്തായാലും സനൽ സാറെല്ലാം മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞത് നന്നായി. അല്ലെങ്കിലേ ജസ്റ്റിനെ കൊണ്ട് അവരങ്ങ് മാറിയേനെ. എല്ലാ കേസും നമ്മുടെ തലയിൽ വന്നേനെ. ഇനിയേ നമ്മൾ തീരുമാനിക്കും ജസ്റ്റിനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം ചെയ്യിപ്പിക്കണ്ടെന്ന്. നിങ്ങളെ വിടുവായിത്തരം ഒന്നും വിളിച്ചു പറഞ്ഞേക്കരുത്. അയ്യോ, ഒന്നുമില്ലേ. എന്തേലും ഇച്ചിരി കുറിക്കാൻ തന്നാ ചവച്ചോണ്ട് ആ മൂലയിലെങ്ങാനും കിടന്നോളാവേ. വിടുവായിത്തരം പറയുന്നു. ദേ അവരെ വന്നു, നീ വിളിച്ചോണ്ടോ. എടാ 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 അയാൾ എങ്ങോട്ടാണ് പോയത്? എടാ എനിക്കറിയില്ല. സാറുമായി എയർപോർട്ട് വരെ പോയി, പക്ഷെ അവൻ ഫ്ലൈറ്റിലൊന്നും പോയിട്ടില്ല. എടാ ഇത് കൂടുതൽ കുഴപ്പമുണ്ടാക്കും. എടാ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനല്ലല്ലോ കൊണ്ടുവന്നത്, ഞാനുമല്ല പറഞ്ഞു വിട്ടത്. അതെ, നീ വന്നേ. ചെല്ലടാ. നീ വാ മോനെ, പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. വാ, നീ വാ. നീ പറഞ്ഞിട്ടാണോ ജസ്റ്റിനെ ഇവിടെ കൊണ്ടുവന്നേ? അത് പന്തളം ചക്രവാണിയാക്കിയ. അപ്പൊ നിനക്കതറിയില്ല? ഇല്ല, ജസ്റ്റിനെ ഞാൻ ഇപ്പോഴാ കാണുന്നത് പോലും. എനിക്കറിയില്ലായിരുന്നു. ശരിക്കും അയാളെ അറിയാവുന്ന ആർക്കാ? അത് പന്തളത്തിനും ചക്രവാണി സാറിനും അനന്ത ചേച്ചപ്പനും അറിയാം. അവരാ സിനിമാക്കാര്. എന്നെ നിർബന്ധിച്ചോണ്ടാ ഞാൻ അവരുടെ പ്രൊഡക്ഷന് വർക്ക് ചെയ്തത്, പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നത് പോലും. അല്ലാതെ എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല, സിനിമയായിട്ടൊരു ബന്ധവും ഇല്ല. ജസ്റ്റിനെ കൊണ്ടുവന്ന അവരാ. അപ്പോൾ അവനെ പറഞ്ഞു വിട്ടത് അവരൊക്കെ തന്നെ ആയിരിക്കും. അനന്ത ചേച്ചപ്പനോട് ചോദിക്കേ, ഇല്ലേ പപ്പയും മമ്മിയോടും ചോദിക്കേ. ഈ ചക്രവാണിയൊക്കെ ഞാൻ ഇപ്പോഴാ കാണുന്നത്, അല്ലാതെ എനിക്കാരെ അറിഞ്ഞൂടാ. അങ്ങനെ ഒന്നും അറിഞ്ഞൂടെന്ന് പറഞ്ഞ് നിനക്ക് കൈ ഒഴിയാൻ പറ്റുമോ? നീ ചെയ്യാവുന്നതിന്റെ എക്സ്ട്രീം ചെയ്തു. ഈ സ്ത്രീയെ ഇല്ലാതാക്കാൻ നീ എന്തൊക്കെ ചെയ്തു? ഇപ്പോഴും നീ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു? നീ ഇവരുമായി കണ്ടതും പരിചയപ്പെട്ടതും മുതൽ നീ ഇപ്പൊ ഇവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇവരുമായിട്ടുള്ള വൈരാഗ്യം എവിടെ തുടങ്ങിയേ? അവരൊരു കുടുംബവുമായിട്ട് ഭർത്താവും മക്കളുമായിട്ട് ജീവിച്ചു തുടങ്ങിയതാ. നിന്റെ ഹിമ കളക്ഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ വളർത്തിയത് ഈ സ്ത്രീയാ. എല്ലാ പെണ്ണുങ്ങളോടും നിനക്ക് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നീ ഈ സ്ത്രീയോടും കാണിച്ചു. അവരോടുള്ള വാശിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പാവം പെൺകൊച്ചിനെ നീ വശത്താക്കി. നിനക്ക് തെറ്റിപ്പോയത് എവിടെന്നറിയോ? പല്ലവിയുമായിട്ടുള്ള നിന്റെ ബന്ധം. അവളുടെ അപ്പന്റെ സഹോദരനാണ് ആൻസി വർഗീസിന്റെ ഭർത്താവായ അനന്തനെന്ന് നീ അറിഞ്ഞത് പിന്നെയാ. അവിടെയാണ് നിന്നെ കുരുക്കിയത്. നീ നിന്റെ കല്യാണത്തോടെ കുരുങ്ങിപ്പോയി. അവിടുന്ന് നിനക്ക് ഈ സ്ത്രീയോടുള്ള പക കൂടി. ജസ്റ്റിൻ ഡിസൂസയുടെ ഒരു പോൺ വീഡിയോ നീ എവിടുന്ന് സംഘടിപ്പിച്ചു. അതിന് നീ ഒരു കൃത്രിമം കാണിച്ചു. അതിൽ ആൻസി വർഗീസിന്റെ മുഖം നീ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നീ അത് പ്രചരിപ്പിച്ചു. അന്ന് തൊട്ട് അനുഭവിക്കുക ഈ സ്ത്രീ. അവർക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ആ വീഡിയോയിൽ അവരല്ലെന്ന് മാളവരെ ഒന്ന് വിളിച്ചറിയിക്കണം. ഈ വീഡിയോ ഉണ്ടാക്കിയത് ഞാനല്ല, ഇത് വേറെ ആരോ ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഞാനിത് ചെയ്തിട്ടില്ല, എനിക്കറിഞ്ഞൂടാ. എനിക്കാരോ ഫോർവേഡ് ചെയ്യുന്ന വീഡിയോ ഞാനത് ഷെയർ ചെയ്തു, അല്ലാതെ വേറൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല സാറേ, ഇവൻ വെറുതെ പറഞ്ഞൊഴിയുവാണ്. എന്റെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും ഇവൻ ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ഇവൻ ഇതിപ്പോ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞോണ്ടിരിക്കുന്ന. സാറേ,
സാറിങ്ങന്നേ, സാറിനെന്തോ ധർണയൊക്കെ ഇല്ലേ? വേഗം പോട്ടെ. ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ. എന്നെ കൊണ്ട് വയ്യ. ആ വീഡിയോ നീയല്ലേ ക്രിയേറ്റ് ചെയ്തത്? മോൻസി, എനിക്കറിയില്ല. അത് ഞാനല്ല ക്രിയേറ്റ് ചെയ്തത്. എന്റെ കയ്യിൽ വന്നു, ഞാനത് ഫോർവേഡ് ചെയ്തു, ഷെയർ ചെയ്തു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഇവരോടുള്ള വൈരാഗ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇതിന് പിന്നിൽ വേറെ ആരൊക്കെയാണ്. ഇതാദ്യം നിങ്ങൾ പോയി കണ്ടുപിടിക്കുക, എന്നെ പറയാൻ നടക്കാതെ. നീ വാ ഇങ്ങോട്ട്. പറയടാ മോൻസി, ഞാൻ പറഞ്ഞ സത്യവാ. ഞാനല്ല ഈ ചെയ്തു എന്ന് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഞാനല്ലടാ. ഇത് വേറെ ഇവരോട് വൈരാഗ്യമുള്ള ആരുടെ ചെയ്തതാടാ. ഋഷി, നിനക്കല്ലാതെ വേറെ ഒരുത്തിനും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഇവനെ പോലെ ഒരുത്തിന് മാത്രമേ ആൻസിയോട് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് സാർ. കാരണങ്ങൾ അന്വേഷിക്കുമ്പോ ഒരുപാട് പേര് കാണുമായിരിക്കും. പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ ജസ്റ്റിനോട് പറഞ്ഞോട്ടെ, ഞാനല്ല. മോൻ സാറേ, സാറിങ്ങ വന്നേ. നിങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കണേ. ഇവനെ കൊണ്ടുപോയിട്ട് എങ്ങനെയെങ്കിലും ആ ജസ്റ്റിനെ കൊണ്ടുവന്നാൽ മാത്രം പോരാട്ടോ. അവനെ കൊണ്ട് പറയിപ്പിക്കണം ആ വീഡിയോയിൽ ഞാനല്ല ഉള്ളതെന്ന്. അത് മാത്രമല്ല, ആ ഒറിജിനൽ വീഡിയോ ഇല്ലേ, അത് എന്റെ മുന്നിൽ സറണ്ടർ ചെയ്യിപ്പിക്കണം. അല്ലാതെ ഇവനെങ്ങനെ വിടാൻ പറ്റുന്നത്? സാറേ, വിടാൻ പറ്റില്ല. വിടാൻ പറ്റില്ല. മോൻസി, ഞാനല്ലടാ. നീ വന്നേ. തിങ്കളാഴ്ചയല്ലേ നിങ്ങളുടെ അസംബ്ലി? അന്നല്ലേ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടാവും പോന്നെ ഈ മന്ത്രിസ്ഥാനമൊക്കെ? 2 ദിവസം സമയം ഞാൻ തരും. അതിനു മുമ്പ് ഇവനെ കൊണ്ടുപോയി ജസ്റ്റിനെ കൊണ്ട് സത്യം തുറന്ന് പറയിപ്പിക്കണം. അവൻ്റെ കൂടെ കിടന്ന പെൺകുട്ടി ആരാണെന്നുണ്ടെങ്കിലും ആ ഒറിജിനൽ വീഡിയോ KJSന്റെ ടേബിളിൽ കൊണ്ടുവന്ന് സറണ്ടർ ചെയ്തിരിക്കണം. അല്ലെങ്കിലേ സാറിൻ്റെ മന്ത്രിസ്ഥാനം അനൗൺസ് ചെയ്യുമ്പോൾ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് വരും KJS ഈവനിങ്സിൽ. ഇത്രയുള്ള ആൻസി. അവൻ പറയും. ഞാൻ പറയുന്ന വണ്ടി കയറ്. കേറടാ വണ്ടിയില്. പറയുന്ന നീ ഒന്ന് കേക്കാദ്യം. കേറ്. കേറടാ വണ്ടി. ഞാനല്ല. എടാ, ഞാൻ പറയുന്നത് എന്താ നിന്റെ തലയിൽ കയറാത്തത്? എടാ, അടുത്ത ക്യാബിനറ്റിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. എൻ്റെ പാർട്ടിക്ക് ആകെയുള്ളത് 2 മന്ത്രിസ്ഥാനമാണ്. MLA സ്ഥാനമാണെങ്കിൽ 6. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ച MLA ഞാൻ. പാർട്ടിയിലത്തെ എനിക്ക് നല്ല വിലയുള്ള സമയമാണ്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ ഭരണമുന്നണി ഒറ്റക്കെട്ടായി തീരുമാനിച്ചതാ 2.5 വർഷത്തിന് ശേഷം എൻ്റെ മന്ത്രിസ്ഥാനം, അതും പൊതുമരാമത്ത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ചിലർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരു സംശയവുമില്ല. ഒറ്റക്കെട്ടായെടുത്ത തീരുമാനമാണ് എൻ്റെ മന്ത്രിസ്ഥാനം. CM അതേ താല്പര്യത്തിൽ നിൽക്കുക. യുവജനങ്ങളുടെ പ്രതിനിധിയായി മോൻസി വർഗീസ് വരണമെന്ന് പാർട്ടിക്കുള്ളിൽ ശക്തമായ അഭിപ്രായമുണ്ട്. എടാ, KJSന്റെ ഭീഷണി നിനക്കറിയാലോ. എടാ ഋഷി, നീ ഒരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിന്റെ മുമ്പ് ഞാൻ ആത്മഹത്യ ചെയ്യും. അത്രയും ഗതികെട്ടാടാ ഞാൻ പറയുന്നത്. എടാ, ഞാൻ എന്താ നിന്നോട് പറയേണ്ടത്? എടാ, അവ എവിടാ പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. സത്യം. ഞാൻ ആദ്യമേ ഒന്ന് ആ പന്തളം ബേബി ചക്രവാണി ഒന്ന് കാണട്ടെ. അവരോട് പറയാതെ അവ എങ്ങും പോകത്തില്ലടാ. എടാ, അവര് നിന്നെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. നീ അങ്ങോട്ട് ചെല്ല്, അവരോട് സംസാരിക്ക്. അവർക്കറിയാലോ എവിടെയാ ഉള്ളതെന്ന്. എടാ, ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ വാ. എടാ, നീ എന്താ ഈ പറയുന്നേ? എന്റെ ഈ കേസൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളാ. പാർട്ടി സെക്രട്ടറി 12 തവണ വിളിച്ചു. ഞാൻ കാരണം പാർട്ടി മീറ്റിംഗിൽ വിഷയമായി. ധർണ ഉദ്ഘാടനത്തിന് പോയില്ല. അതുപോലും വിഷയർഷി.
ദേ രാജ്മോഹൻ സാറെ വിളിക്കുന്നേ. ആ സാറേ പറഞ്ഞോളൂ സാറേ. നിങ്ങൾ എവിടെ എത്തി? സാർ ഞങ്ങൾ വണ്ടിയിലുണ്ട്. എവിടെയായി? തൊട്ടടുത്തുണ്ട് സാർ. അവൻ വല്ലതും പറഞ്ഞോ? ഇല്ല സാറേ, അവനൊന്നും പറയുന്നില്ല. ആ ആയിക്കോട്ടെ. ആ ഞാൻ ഈ റോഡിൻ്റെ സൈഡിലുണ്ട്. അവനെ കൊണ്ടുവന്നാൽ മതി. അവിടെ നിന്നായി സാർ, ഞങ്ങളിപ്പോൾ എത്തും. ഓക്കെ. എടാ രാജ്മോഹൻ സാർ വണ്ടിയായിട്ട് അവിടെ നിൽപ്പുണ്ട്. നീ അതിൽ ചെന്ന് കയറ്. എടാ നീ എന്താ ഈ പറയുന്നേ? ഞാൻ എന്തിനാണ് അയാളോട് പോകുന്നത്? എടാ ഞാൻ ഒരു തവണ പോയത് അയാളുടെ കൂടെ. ഞാൻ എന്തായാലും വീലോട്ട് ചെല്ലട്ട്, ഒന്ന് സംസാരിച്ചിട്ടും എടാ ഋഷി, നീ വീട്ടിൽ ചെല്ലുകയോ ചെല്ലാതിരിക്കുക അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ ഞാനും KGS സാറിന്റെ മോഹൻ സാറിന്റെ കസ്റ്റഡിയില്ല. അവരെ ഇപ്പൊ തീരുമാനിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങോട്ട് പോകണമെന്നൊക്കെ. എടാ എടാ ഞാൻ പോണോടാ. അതെ വണ്ടി എടുത്തു. എവിടെ നിർത്തിക്ക്. എടാ ഞാൻ ചെല്ലടാ. എടാ ഋഷി പോകുന്നില്ല. നീ ഒന്നും പറഞ്ഞ ഋഷി ചെല്ല്. പറയുന്നത് മനസ്സിലാക്ക്. ഇറങ്ങോട്ട്. ഇറങ്ങാല്ലേ പറഞ്ഞു. ഇറങ്ങ ഇറങ്ങ. ഒന്ന് കേട്ടാ എങ്ങോട്ട്? കേടാ കേടാ കേടാ. സാർ ഞാൻ ആ 12 മേപ്പിച്ചിനോട് സംസാരിച്ചിട്ട് വിളിക്കടാ. നീ ഇപ്പൊ തന്നെ വിളിച്ച് സംസാരിക്കടാ. എന്തേ നിന്റെ നമ്പറില്ലേ? അല്ലെങ്കിൽ എൻ്റെ മൊബൈലിലുണ്ട്, ഞാൻ തരാം. പന്തളം ബേബിയുടെയോ ചക്രവാണിയുടെയോ ആരെ വേണമെങ്കിലും എൻ്റെ മൊബൈലുണ്ട്. എടുക്കടാ മൊബൈല്. വിളിക്കേ, ബേബി വിളിക്കേ.